അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, തഫ്സീർ പഠനം അതിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും സ്വാഗതം. അൽ ഖുറൈഷ്, സൂറത്തുൽ ഖുറൈഷാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന സൂറ. ഖുറൈഷ് എന്ന് പറഞ്ഞാൽ ഖുറൈശികൾ എന്നർത്ഥം. ഈ അധ്യായം മക്കയിൽ അവതരിച്ചതാണ്. ഈ അധ്യായത്തിൽ 4 സൂക്തങ്ങൾ അടങ്ങുന്നു. മക്കക്കാർക്ക് അള്ളാഹു ശൈത്യകാലത്തും ഉഷ്ണകാലത്തും നൽകിയ 2 യാത്രാ സൗകര്യങ്ങളുടെ മഹത്തായ അനുഗ്രഹം ഈ അധ്യായം ചൂണ്ടിക്കാട്ടുന്നു. കച്ചവടാവശ്യാർത്ഥം ശൈത്യകാലത്ത് യമനിലേക്കും ഉഷ്ണകാലത്ത് ഷാമിലേക്കുമുള്ള യാത്രയാണത്. മക്കയുടെ നിലനിൽപ്പിൻ്റെ അത്താണിയായ ഈ യാത്രകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ ഹൃദയമായ ഈ വിശുദ്ധ മന്ദിരത്തിൻ്റെ നാഥനെ ആരാധിക്കാൻ ആജ്ഞാപിക്കുന്നു. തുടർന്ന് ഖുറൈശികൾക്ക് ലഭിച്ച മറ്റ് 2 അനുഗ്രഹങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കഅബയുടെ അധിപന്മാരായതിലുള്ള നിർഭയത്വവും തീർത്ഥാടക ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴുണ്ടാകുന്ന വ്യാപാര സൗകര്യത്താൽ ലഭിക്കുന്ന ജീവസന്ധാരണവും. ഈ സൂറയുടെ പ്രതിപാദ്യ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. അൽ ജാമിഉ സഗീറിലാണ് ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്, 5878 നമ്പറായിട്ട്. ഹദീസിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അൻ ഉമ്മിഹാനി ബിൻത് അബി താലിബ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫളലല്ലാഹു ഖുറൈശൻ ബിസബ്ഇ ഖിസാൽ. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, 7 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു ഖുറൈശികൾക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ലം യുതിഹ അഹദുൻ ഖബ്ലഹും വലാ അഹദുൻ ബഅദഹും. ഈ കാര്യങ്ങൾ അവർക്ക് മുമ്പോ പിമ്പോ മറ്റാർക്കും നൽകിയിട്ടില്ല. അന്നി ഫീഹിം വൽ ഖിലാഫത്തു ഫീഹിം. ആ കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ, എന്നെ അവരിൽ നിന്ന് നിയോഗിച്ചുകൊണ്ടും അവരിൽ ഭരണാധികാരം നൽകിക്കൊണ്ടും ഖുറൈശികളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. വൽ ഹിജാബത്തു ഫീഹിം വസിഖായത്തു ഫീഹിം. കഅബയുടെ സംരക്ഷണവും പാനജലം നൽകലും അവരുടെ ചുമതലയാക്കി. വനുസിറു അലൽ ഫീലി വഅബദുല്ലാഹ തആല 7 സിനീൻ ലം യഅബുദുഹു ഫീഹ അഹദുൻ സിവാഹും. ആനപ്പടക്കെതിരിൽ അവർ സഹായിക്കപ്പെട്ടു. 10 വർഷം അവർ അള്ളാഹുവിനെ ആരാധിച്ചു. അക്കാലത്ത് അവർ മാത്രമാണ് അവനെ ആരാധിച്ചിരുന്നത്. നസലത്ത് ഫീഹിം സൂറത്തു മിനൽ ഖുർആൻ. ഖുർആനിലെ ഒരു അധ്യായം അവരുടെ കാര്യങ്ങൾ പരാമർശിക്കുന്നതായി അവതരിപ്പിച്ചു. ലം യുദ്കർ ഫീഹ അഹദുൻ ഗൈറുഹും ലിഇലാഫി ഖുറൈശ്. പ്രസ്തുത അധ്യായത്തിൽ അവരെ പറ്റിയല്ലാതെ പരാമർശിച്ചിട്ടില്ല. അതാണ് സൂറ ഖുറൈഷ്, ലിഇലാഫി ഖുറൈഷ് എന്ന സൂറ ഖുറൈഷ്. ഖുറൈശികളെ ഇത് അൽ ജാമിഉ സഗീറിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. ഖുറൈശികളെ പോലെ ജീവിതത്തിൽ ഭൗതികാനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളവർ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൂടെ അവനോട് കൃതജ്ഞതയുള്ളവരായി തീരാൻ ഈ സൂറ പരോക്ഷമായി ആഹ്വാനം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് الذي أطعمهم من جوع وآمنهم من خوف. ഈ സൂറയുടെ പദങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനത്തിലേക്ക് നാം കടന്നാൽ, ആദ്യത്തെ ആയത്ത് ലഇലാഫി ഖുറൈശിൻ എന്നുള്ളതാണ്. ലഇലാഫ് കൂട്ടിയിണക്കിയതിനാൽ ഖുറൈശികളെ, ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്.
ഈലാഫിയും അവർക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ അഥവാ അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തതിനാൽ, റിഹലത്ത് യാത്ര ഇല്ലെങ്കിൽ യാത്രക്ക്, അഷിത ശൈത്യകാലത്ത്, വസൈഫ് ഉഷ്ണകാലത്ത്, ഫൽ യബുദു റബ്ബ ഹാദൽ ബൈത്ത് അതിനാൽ അവർ ആരാധിക്കട്ടെ, ഫൽ യബുദു അതിനാൽ അവർ ആരാധിക്കട്ടെ, റബ്ബ ഹാദൽ ബൈത്ത് ഈ ഭവനത്തിന്റെ രക്ഷിതാവിനെ, അല്ലദീ അത്അമഹും അവർക്ക് ഭക്ഷണം നൽകിയവനായ, മിൻ ജൂഇൻ വിശപ്പിന്, വ ആമനഹും അവർക്ക് നിർഭയത്ത് നൽകുകയും ചെയ്തു, മിൻ ഖൗഫ് ഭയത്തിൽ നിന്ന്. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്. ഇത് ഈ പദങ്ങളുടെ അർത്ഥങ്ങളെ ഒന്നിച്ചു ചേർത്ത് ഈ ആയത്തുകളുടെ പരിഭാഷ ഇപ്രകാരമാണ്: ലി ഈലാഫി ഖുറൈഷിൻ ഈലാഫിഹിം റിഹ്ലത്ത ശിത്താഇ വസ്സൈഫ് ഖുറൈശ് ഗോത്രത്തെയും കൂട്ടിയിണക്കിയതിനാൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രകൾ അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തതിനാൽ, ഫൽ യബുദു റബ്ബ ഹാദൽ ബൈത്ത് അതിനാൽ അവർ ഈ ഭവനത്തിന്റെ രക്ഷിതാവിനെ ആരാധിച്ചു കൊള്ളട്ടെ, അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ് വിശപ്പിന് ആഹാരവും ഭയത്തിന് പകരം നിർഭയത്വവും നൽകുകയും ചെയ്തത് അവനല്ലയോ. ഇതിൽ ലി ഈലാഫ് എന്നതിലെ ലി എന്നതിന് രണ്ട് അർത്ഥകൽപ്പനകൾ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അത് ഇപ്രകാരം അന്നുഖത്തു വൽ ഉയൂൻ എന്ന തഫ്സീറിൽ വിശദീകരിച്ചിരിക്കുകയാണ്. വഫിൽ ലാമി അല്ലതി ഫി ലി ഈലാഫി ഖുറൈശ് ഖൗലാൻ ലി ഈലാഫി ഖുറൈശ് എന്നതിലെ ലിയെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അഹദുഹുമ അതിലൊന്ന്, അന്നഹു സില യർജിഉ ഇല സൂറ അൽ മുതഖദ്ദിമ മിൻ ഖൗലിഹിം അലം തറ കൈഫ ഇല അൻ ഖാല ഫജഅലഹും ഖാസ്ഫി മഖൂൽ ലി ഈലാഫി ഖുറൈശ് ഫസ്വാറ മഅനാഹു അന്ന മാ ഫഅലഹു ബി അസ്ഹാബിൽ ഫീൽ ലി അജലി ഈലാഫി ഖുറൈശ് ഖാലഹു സാലബ്. ഇത് മുൻ അധ്യായവുമായി ബന്ധപ്പെട്ടതാകുന്നു. അപ്പോൾ അതിൻ്റെ സാരം ഖുറൈശികളുടെ ഇണക്കത്തിനായി ആനപ്പടയെ കൈകാര്യം ചെയ്തു എന്നായിത്തീരും. സാലബ് റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. വകാന ഉമർ വ ഉബയ്യ് ഇബ്നു ഖഅബ് ലാ യഫ്സിലാനി ബൈന സൂറത്തൈൻ വയഖ്റആനിഹിമാ ഖസ്സൂറ അൽ വാഹിദ. ഉമർ റളിയല്ലാഹു അൻഹുവും ഉബയ്യ് ഇബ്നു ഖഅബ് റളിയല്ലാഹു അൻഹുവും ഈ സൂറകളെ രണ്ടായി പരിഗണിച്ചിരുന്നില്ല, ഒരു സൂറ പോലെ പാരായണം ചെയ്തിരുന്നു. അവരുടെ അഭിപ്രായം അത് രണ്ടും കൂടി ഒരു അധ്യായം ആണെന്നാണ്. അസാനി രണ്ടാമത്തെ വീക്ഷണം, അന്നല്ലാമ സീലത്തുൻ തർജിഉ ഇലാ മാ ബഅദഹ മിൻ ഖൗലിഹി ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് വയകൂനു മഅനാഹു ലിനിഅമതി അലാ ഖുറൈശ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് ഖാലഹു അഹ്ലുൽ ബസ്വറ. ലി എന്നതിന് ശേഷമുള്ള ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് എന്ന വാക്യവുമായി ബന്ധപ്പെട്ടതാകുന്നു ലി. അപ്പോൾ അതിൻ്റെ സാരം, ഖുറൈശികൾക്ക് എൻ്റെ അനുഗ്രഹം ലഭിച്ചതിനാൽ അവർ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെ ആരാധിക്കട്ടെ. ബസ്വറക്കാർ ഈ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇത് അന്നുഖത്ത് വൽ ഉയൂൻ എന്ന തഫ്സീറിൽ 6-ാം വാള്യം 345-ാമത്തെ പേജിൽ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. അഥവാ ലി എന്നുള്ളതിൻ്റെ സാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങളാണ് അവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. വ ആമനഹും മിൻ ഖൗഫ് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ വാക്യഖണ്ഡം. ഇതിന് 4 രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അത് ഇപ്രകാരം വിവരിക്കപ്പെടുന്നു: വ ആമനഹും മിൻ ഖൗഫ് ഫീഹി അർബഅത്തു അഖാബിൽ. ആമനഹും മിൻ ഖൗഫ് എന്നതിനെ സംബന്ധിച്ച് 4 വ്യാഖ്യാനങ്ങളുണ്ട്. അഹദുഹ ആമനഹും മിൻ ഖൗഫിൽ അറബ് അൻ യസ്ബൂഹും ഔ യുഖാതിലൂഹും തലീമൻ ലിഹുർമത്തിൽ ഹറം. ഒന്ന്, ഹറമിനോടുള്ള ആദരവും ബഹുമാനവും കാരണം അറബികൾ മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും സുരക്ഷിതരായി തീർന്നു. ലിമ സബഖത്ത് ലഹും മിൻ ദാവത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ഹൈസു ഖാല റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന ഖാല ഇബ്നു അബ്ബാസ്. നാദാ ഈ നാടിനെ നിർഭയമാക്കണമേ എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അവർക്കായി മുൻകടന്നിട്ടുണ്ട്. ഈ അഭിപ്രായമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, വസാനി രണ്ടാമത്തെ അഭിപ്രായം, മിൻ ഖൗഫി അൽ ഹബ്ഷ മഅൽ ഫീൽ ഖാലഹു അൽ ആമഷ്.
ആമഷിന്റെ വീക്ഷണം ആനപ്പടയോടുകൂടി വന്ന അഭിഷക്കാരുടെ ഭീതിയിൽ നിന്ന് സുരക്ഷിതത്വം നിർഭയത്വം നൽകി എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ്. മറ്റൊരു അഭിപ്രായം അസാലിസ് ആമനഹും മിൻ ഖൗഫ് അൽ ജുദാം മിൻ ഖൗഫിൽ ജുദാം ആമനഹും മിൻ ഖൗഫിൽ ജുദാം ഖാലുഹു അൽ-ലഹാഖ് വസുദ്ദി വസുഫിയാനു സൗരി. ഈ അഭിപ്രായമാണ് ഇബ്നു ലഹാഖ്, സുദ്ദി, സുഫിയാൻ സൗരി എന്നിവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അഥവാ അവർക്ക് പകർച്ച വ്യാധി ബാധിക്കുന്നതിൽ നിന്ന്, അഥവാ ആമനഹും മിൻ ഖൗഫിൽ ജുദാം എന്ന അഭിപ്രായമാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. റാബി, നാലാമത്തെ അഭിപ്രായം യഅനി ആമന ഖുറൈശൻ അല്ലാ തഖൂന അൽ ഖിലാഫ ഇല്ലാ ഫീഹിം ഖാലഹു അലി റളിയല്ലാഹു അൻഹു. 4 ഭരണാധികാരം തങ്ങൾക്ക് നഷ്ടമാകുന്നതിൽ നിന്ന് അവർ നിർഭയരായി എന്നാണ്. അലി റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇത് അൻ-നുഖ്തത്തു വൽ-ഉയൂൻ 6-ാം വാള്യം 349-ാം പേജിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതാണ് ഇതിലുള്ള പ്രത്യേകമായിട്ടുള്ള 2 പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശകലനങ്ങൾ. ഈ സൂറയുടെ മൊത്തം ആശയ ലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കതിനെ ഇപ്രകാരം ആവിഷ്കരിക്കാവുന്നതാണ്. ഖുറൈശ് നബിയുടെ പ്രപിതാമഹന്മാരിൽ ഒരാളായ നദർ ബിൻ കിനാനയിലേക്ക് ചേർക്കപ്പെട്ട ഗോത്രനാമമാണെന്നാണ് പ്രബലമായ ഒരു അഭിപ്രായം. മറ്റൊരു വീക്ഷണം ഫിഖ്ർ ബിൻ മാലിക് ബിൻ നദറിൻ്റെ മറ്റൊരു പേരായിരുന്നു ഖുറൈശ് എന്നതാണ്. അതിൽ നിന്നാണ് ഈ ഗോത്രനാമം ഉടലെടുത്തത് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അറബിയിലെ ഏറ്റവും പ്രബല ഗോത്രമാണ് ഖുറൈശി ഗോത്രം. ഖുറൈശ് എന്നതിൻ്റെ ഏകവചനം ഖുറൈശി എന്നാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി തൻ്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ച ഒരു പ്രസ്താവന ഖുറൈശിയുടെ അവസ്ഥാന്തരങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ ഏറെ സഹായകമാണ്. അതിപ്രകാരമാണ്. അത് അദ്ദേഹം 32-ാം വാള്യം 106-ാം പേജിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ സാരം ഇപ്രകാരമാണ്. ഇബ്നു അബ്ബാസിൽ എന്ന അത്താ നിവേദനം, ഖുറൈശികൾ ആർക്കെങ്കിലും ദാരിദ്ര്യം ബാധിച്ചാൽ അയാൾ കുടുംബത്തെയും കൂട്ടി സ്ഥലം വിടും. ശിഷ്ടകാലം എവിടെയെങ്കിലും ഒളിച്ച് കഴിയുകയും ചെയ്യും. ഹാഷിമിന് അബ്ദുമനാഫിൻ്റെ കാലം ഇതായിരുന്നു അവരുടെ സ്ഥിതി. ഇദ്ദേഹം ജനനായകനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മകനായിരുന്നു അസദ്. അസദിന് ബനു മക്സൂം ഗോത്രത്തിൽ ഒരു കളിക്കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ തൻ്റെ വീട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് അസദിനോട് പറഞ്ഞു. അസദ് ഇക്കാര്യം സങ്കടത്തോടുകൂടി ഉമ്മയോട് പറഞ്ഞു. ഉമ്മ അവർക്ക് കുറേ മാവും ഉണക്കമാംസവും കൊടുത്തയച്ചു. ദിനങ്ങൾ പിന്നിട്ടു. അത് തീർന്നപ്പോൾ അസദിൻ്റെ കൂട്ടുകാരൻ വീണ്ടും സങ്കടം പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ഹാഷിം ഖുറൈശികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ കൊടിയ വരൾച്ചയിൽ ജീവിക്കുന്നവരാണ്. ഇത് നമ്മെ ദരിദ്രരും നിന്ദ്യരുമാക്കുന്നു. അതേസമയം നമ്മൾ ഹറമിൻ്റെ ആളുകളും മറ്റുള്ളവർ ഏറെ ആദരിക്കുന്ന ഒരു സമൂഹവുമാകുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ താങ്കൾ പറയുന്നത് പിന്തുടരുന്നവരാണ്. താങ്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഭിന്നാഭിപ്രായവുമില്ല. അങ്ങനെ ഹാഷിം ആളുകളെ സംഘടിപ്പിച്ച് ശൈത്യകാലത്ത് യമനിലേക്കും ഉഷ്ണകാലത്ത് സിറിയയിലേക്കും കച്ചവടയാത്രകൾ നടത്തി. കൂടുതൽ ലാഭം കിട്ടിയ ധനികർ അത് പാവങ്ങൾക്ക് പങ്കുവെച്ചു കൊടുത്തു. അങ്ങനെ അവരുടെ കൂട്ടത്തിലെ ദരിദ്രരും ധനികരെ പോലെയായിത്തീർന്നു. ഇത് അവർക്കിടയിൽ ലഞ്ഞിപ്പിൻ്റെ ഉരുക്കുകോട്ടകൾ നിർമ്മിച്ചു. ഹറമിൻ്റെ ആളുകൾ എന്ന നിലക്ക് അവർക്ക് സമൂഹത്തിനുണ്ടായിരുന്ന ആദരവ് അവരുടെ യാത്രകളെ സുരക്ഷിതമാക്കുകയും ചെയ്തു. ആനപ്പടയുടെ പരാജയം ഇതോടൊപ്പം ഖുറൈശികൾക്ക് കൂടുതൽ ശക്തി പകരുകയും ചെയ്തു. ആനപ്പടയുടെ പരാജയവും ഇതെല്ലാം പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ സംരക്ഷകൻ എന്ന നിലക്ക് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ്. അതിനാൽ ഈ ദേവാലയത്തിൻ്റെ സംരക്ഷകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധാലുക്കളാകണം എന്ന ആഹ്വാനം ഖുറൈശികൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഏത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ജീവിതത്തിൽ സൃഷ്ടാവ് നൽകിയ അനുഗ്രഹങ്ങൾ ഒട്ടേറെയുണ്ട്. അവയെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ ഫലമായി മനോമുകുരത്തിലെ സൃഷ്ടാവിനോടുള്ള നന്ദി സൂചകമായ ആരാധനയുടെ ആത്മഭാവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക. ഷിർക്കിൻ്റെ കോട്ടകൊത്തളങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് തൗഹീദിൻ്റെ രമ്യഹർമ്മങ്ങളിൽ അഭയം തേടുക. കിബറിൻ്റെ വാൻലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് വിനയത്തിൻ്റെ ഭൂമിയിൽ സൃഷ്ടാവിനെ സാഷ്ടാംഗം ചെയ്യുന്നവരായിത്തീരുക. ഇതാണ് ഈ സൂറ നൽകുന്ന ആശയങ്ങൾ. അഥവാ ഖുറൈശികളായ ആളുകൾക്ക് ലഭിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, ആ അനുഗ്രഹങ്ങൾ, യാത്രയിലുള്ള ആനുകൂല്യങ്ങൾ, അതോടൊപ്പം ആ ദേവാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ആ സമൂഹത്തിലുണ്ടായിട്ടുള്ള കീർത്തിയും അംഗീകാരവും, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ സൃഷ്ടാവായിട്ടുള്ള ഈ ഭവനത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള സൃഷ്ടാവിനെ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിർഭയത്വവും സൗകര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ളത് അവനാണല്ലോ. അതിനാൽ അവന് പുറമെ
മറ്റു വിഗ്രഹങ്ങളെയും മറ്റ് ആരാധ്യ വസ്തുക്കളെയും ആരാധിക്കുന്നത് വിട്ട് നിങ്ങൾ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന സന്ദേശമാണ് ഈ സൂറ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ നിന്ന് മറ്റുള്ളവർക്കെല്ലാം അള്ളാഹു ഇതുപോലെ നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ള സന്ദേശം നൽകുകയാണ്. അതോടൊപ്പം ഈ ഭവനം ലോകമെങ്ങുമുള്ള വിശ്വാസികളുടെ മനസ്സിൽ ഏറ്റവും അളവറ്റ ആദരവുള്ളതാണ്. ആ ആദരവുള്ള ഭവനത്തിൻ്റെ രക്ഷിതാവിനെ ആരാധിക്കണം എന്നുള്ള സന്ദേശമാണ് ഈ സൂറ മുന്നോട്ട് വെക്കുന്നത്. ആരാധന അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞവന് തന്നെ ആയിരിക്കണം എന്ന കാര്യം മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. അത് ഇതുമായി കൂട്ടിവെച്ച് വായിക്കാവുന്നതാണ്. അൽ ബഖറ 21, 22 വാക്യങ്ങളിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടിയത്രേ അത്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയും ആകാശത്തെ മേൽപ്പുരയുമാക്കി തരികയും ആകാശത്തുനിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള കായ്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്ത നാഥനെ, അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. ഇതെല്ലാം ചെയ്തെന്ന നാഥനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന കാര്യം ഈ സൂക്തങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓരോന്ന് ആലോചിച്ച് നോക്കി അത് മനസ്സിൽ കൊണ്ടുവന്ന് അപ്രകാരം അതിനുള്ള നന്ദി എന്നുള്ള നിലക്ക് അള്ളാഹുവിനെ ആരാധിക്കുകയാണ് വേണ്ടത് എന്ന കാര്യം ഈ വാക്യവും നമ്മുടെ മുമ്പാകെ വെക്കുന്നു. അതോടൊപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സൂറയിലുള്ള കാര്യങ്ങളെ നമുക്ക് ബന്ധിപ്പിക്കാവുന്നതാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായി മക്കക്കാർക്കും ഖുറൈശികൾക്കും ലഭിച്ച അനുഗ്രഹത്തിലേക്ക് സൂറ ഇബ്രാഹിം 37 വാക്യം വിരൽ ചൂണ്ടുന്നുണ്ട്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബന ലിയുഖീമുസ്സലാ ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും മിനസ്സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ സന്തതികളിൽ നിന്ന് ചിലരെ കൃഷിയൊന്നുമില്ലാത്ത ഒരു തായ്വരയിൽ നിന്റെ പവിത്രമായ ഭവനത്തിനടുത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. റബ്ബന ലിയുഖീമുസ്സലാ ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം. ഞങ്ങളുടെ രക്ഷിതാവേ, അവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ലിയുഖീമുസ്സലാ ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം. അതിനാൽ മനുഷ്യരിൽ ചിലരുടെ മനസ്സുകളെ നീ അവരുടെ നേരെ ചായ്വുള്ളവരാക്കുകയും അവർക്ക് വർസുഖുഹും മിനസ്സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ, അവർക്ക് കായ്കനികളിൽ നിന്ന് നീ ഉപജീവനം നൽകുകയും ചെയ്യണമേ, അവർ നന്ദി കാണിച്ചെന്ന് വരാം. സൂറ ഇബ്രാഹിമിലെ 37 വാക്യം ഈ സൂറയുമായി ബന്ധിപ്പിക്കാവുന്നതാണ്. അഥവാ ഇവിടെ അള്ളാഹു യാതൊരു തരത്തിലുള്ള കൃഷിയുമില്ലാത്ത ഈ ഭൂമിയിൽ, ഈ തായ്വരയിൽ, അവിടെ പവിത്രമായ ഭവനത്തിൻ്റെ അടുത്ത് ഇബ്രാഹിം നബി തൻ്റെ സന്തതികളെ താമസിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അവിടെ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നതിനും അവിടെ നമസ്കാരം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് അവരെ അവിടെ താമസിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യവും ഇവിടെ എടുത്തു പറയുന്നു. അതുപോലെ ഈ സ്ഥലത്തേക്ക് ആളുകളുടെ മനസ്സുകൾക്ക് ചായ്വ് നൽകുവാനും ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ഉപജീവനത്തിനാവശ്യമായിട്ടുള്ള കായ്കനികൾ നൽകുവാനും ഒക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിരിക്കുന്നു. ആ പ്രാർത്ഥനയുടെ അനന്തരഫലമായി പവിത്രമായ ഈ ഭവനത്തിന് ചുറ്റിനും ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നുചേരുകയും അതുപോലെ അവിടെ ആവശ്യാനുസൃതമായ ഉപജീവനത്തിൻ്റെ മാർഗങ്ങൾ തുറക്കപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അങ്ങനെ ചെയ്തു വന്നിട്ടുള്ള ഈ ഭവനത്തിൻ്റെ നാഥനെ ആരാധിക്കണം എന്ന് ഈ സൂറ ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്രകാരം അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി തീരാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.